സംസ്ഥാനത്തൊട്ടാകെ ഓപ്പറേഷൻ തുഫാൻ എന്ന പേരിൽ ലഹരിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരുമ്പോൾ കൂട്ടിക്കൽ ടൗണും പരിസര പ്രദേശങ്ങളും ലഹരി മാഫിയയുടെ പിടിയിൽ. പ്രവർത്തനം നിലച്ച പഴയ പോലീസ് എയ്ഡ് പോസ്റ്റും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ അഴിഞ്ഞാടുന്നത്. മേഖലയിലെ അക്രമങ്ങളും അടിപിടിയും വർദ്ധിക്കുമ്പോൾ അധികാരികൾ ശക്തമായ നടപടിയെടുക്കുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൂട്ടിക്കൽ ടൗണിന് സമീപം പഴയ പോലീസ് എയ്ഡ് പോസ്റ്റ് ഭാഗത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയാണ് സാമൂഹ്യവിരുദ്ധർ അഗ്നിക്കിരയാക്കിയത്. വാഹനം ഏതാണ്ട് പൂർണ്ണമായും കത്തി നശിച്ചു. കൂട്ടിക്കൽ കരിപ്പായിൽ ബാബു എന്ന് വിളിക്കുന്ന റസാക്കിന്റെ ഓട്ടോറിക്ഷയാണ് കത്തി നശിച്ചത്. സംഭവത്തിന് പിന്നിൽ പ്രദേശത്തെ ലഹരി മാഫിയാണെന്ന ആക്ഷേപവും ശക്തമാകുന്നുണ്ട്. ബാബുവിന്റെ മകൻ ഇബ്രാഹിം കഴിഞ്ഞ ദിവസം വീടിനുള്ളിൽ 2 ഗ്യാസ് സിലിണ്ടറുകൾ തുറന്നുവെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. തുടർന്ന് മുണ്ടക്കയം പോലീസും കാഞ്ഞിരപ്പള്ളി ഫയർഫോഴ്സും എത്തി ഏറെ നേരത്തെ പരിശ്രമത്തിലെ ഒടുവിലാണ് യുവാവിനെ കീഴ്പ്പെടുത്തിയത്. പിന്നീട് ഇയാളെ മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും വഴി ചെളിക്കുഴിക്ക് സമീപം വെച്ച് പോലീസ് ജീപ്പിൽ നിന്നും ചാടി രക്ഷപ്പെടുവാനും ഇബ്രാഹിം ശ്രമം നടത്തിയിരുന്നു. ലഹരിക്ക് അടിമയായ ഇബ്രാഹിം പ്രദേശത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നതായും നാട്ടുകാരും അന്ന് പരാതിപ്പെട്ടിരുന്നു. ഇയാൾ തന്നെയാണ് സ്വന്തം പിതാവിന്റെ വാഹനം കത്തിച്ചതെന്ന സംശയവും നാട്ടുകാർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഒരു നാടിനെയാകെ മണിക്കൂറുകളോളം ഭീതിയുടെ മുൾമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച യുവാവിനെതിരെ നടപടി സ്വീകരിക്കുവാൻ പോലീസും അന്ന് തയ്യാറായിരുന്നില്ല. അന്നത്തെ സംഭവത്തിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തില്ലെന്നും അതാണ് മേഖലയിൽ വീണ്ടും അനിഷ്ട സംഭവങ്ങൾ അരങ്ങേറാൻ കാരണമെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. കൂട്ടിക്കൽ ടൗണിന് സമീപത്തെ പ്രവർത്തനം നിലച്ച പഴയ പോലീസ് എയ്ഡ് പോസ്റ്റും സമീപ മേഖലയും ലഹരി മാഫിയയുടെ താവളമാണെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. കൂട്ടിക്കൽ ടൗണിലും സമീപ മേഖലകളിലും ലഹരി മാഫിയ അഴിഞ്ഞാടാൻ തുടങ്ങിയതോടെ രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങുവാൻ പോലും പലരും മടിക്കുകയാണ്. ചില വ്യാപാരികൾ നേരത്തെ തന്നെ കടകളടച്ച് വീട്ടിലേക്ക് മടങ്ങും. സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചും ലഹരി സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയവും നാട്ടുകാർ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രദേശത്ത് അതിരൂക്ഷമായിരിക്കുന്ന ലഹരി സംഘങ്ങളെ തുരത്തുവാനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ മാസം മുതൽ ബോധവൽക്കരണ പരിപാടികളും നിയമ നടപടികളുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും പ്രദേശത്തെ സാമൂഹ്യവിരുദ്ധ ശല്യത്തിന് മാത്രം യാതൊരു കുറവുമില്ലെന്നും നാട്ടുകാർ പറയുന്നു. വർഷങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുന്ന കൂട്ടിക്കലിലെ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തിപ്പിക്കുന്നതിനോടൊപ്പം രാത്രികാലങ്ങളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും കർശന നിരീക്ഷണം മേഖലയിൽ ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.